ഇതൊരു ഗെയിമാണ്. ഡേർട്ടി ഗെയിം അല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൊമോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലാലേട്ടൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ലാലേട്ടൻ ഇറങ്ങിപ്പോയി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇന്ന് ഒണിയിൽ സാബുവിന്റെ എവിക്ഷൻ ഉണ്ട്. ലാലേട്ടൻ ഉണ്ടെങ്കിൽ ആ ഒരു എവിക്ഷൻ അവിടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എവിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ലാലേട്ടൻ വീണ്ടും ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ വീണ്ടും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും അക്ബർ ഖാനും ഒണിയിൽ സാബും തമ്മിൽ ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് ഉണ്ടാവുന്നുണ്ട്. ജിസൈൽ അതിനകത്ത് ഇടപെടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഒരു ബോധം പോലും ഈ ഒരു കണ്ടസ്റ്റൻസിനില്ല. അത് ഈ ഒരു സീസണിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ലാലേട്ടൻ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വാല്യൂ കൊടുക്കാണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കാൻ സമ്മതിക്കാതെ ഇവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇവർക്കപ്പോൾ എന്ത് ക്വാളിറ്റി വേണം ഈ കണ്ടസ്റ്റൻസിന്? ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് ലാലേട്ടൻ നിൽക്കെ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിയിടുന്നു. ഇത് കണ്ട സമയത്താണ് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നത്, ഇതൊരു ഗെയിം ഷോ ആണ്, ഡേർട്ടി ഗെയിം അല്ല എന്ന് പറയുന്നതുകൊണ്ട് ലാലേട്ടൻ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് ലാലേട്ടൻ പറഞ്ഞ ഡേർട്ടി ഗെയിമിന്റെ ആ ഒരു വേർഡ് വെച്ചുകൊണ്ട് പിന്നെയും ഒണിയൽ സാബും അക്ബറും തമ്മിൽ ഇതൊരു ഡേർട്ടി ഗെയിം അല്ല, ഒണിയലിന്റെ ഡാറ്റി ഗെയിമാണ്, അക്ബറിന്റെ ഡേർട്ടി ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ഒരു സീസണിൽ പല വീക്കെൻഡ് എപ്പിസോഡുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ലാലേട്ടൻ നിൽക്കുന്നുണ്ടെന്ന് നോക്കാതെ ഇവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൂട്ടുന്നത്. ഈ ഒരു സീസണിൽ ഒരുപാട് ലാലേട്ടൻ സഹിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് പല വീക്കെൻഡ് എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല പല കാര്യങ്ങളും ലാലേട്ടൻ വിട്ട് കളയാണ്. ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നുണ്ട് ഈ കണ്ടസ്റ്റൻസിന്. മറ്റുള്ള സീസണുകളിൽ അപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള സീസണിലൊക്കെ ഭയങ്കരമായിട്ട് കടുകട്ടിയിൽ നിൽക്കുന്ന ലാലേട്ടൻ ഇവർക്ക് മുമ്പിൽ ഓ എൻ്റെ പൊന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇത് ലാലേട്ടൻ്റെ തലയിൽ കയറിയിരുന്ന് ഇറങ്ങുന്ന പോലെയാണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും കാണിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ഇറങ്ങിപ്പോയതുപോലൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊമോന് അടിക്കുറിപ്പ് തന്നെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ക്ഷുഭിതനായി ലാലേട്ടൻ എന്ന് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്